ഇപ്പോൾ തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുന്നു. രാഷ്ട്രീയമാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് ഒന്ന് ശോഭന മാഡം ഒരുമാതിരി ഐക്കോൺസ് അത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആണ്. എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതേമാതിരി തന്നെ എത്രയോ ആൾക്കാരും ജനങ്ങളും എന്നെ മീറ്റ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കരുതുന്നു. ഇത് ഈ മെസ്സേജിന്റെ ഒരു ഇൻഡിക്കേഷനും കഴിഞ്ഞ 10 കൊല്ലം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായ ഒരു മാറ്റവും ഒരു പുരോഗതിയും വികസനത്തിന്റെ ഒരു രാഷ്ട്രത്തിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ശോഭനാജിക്ക്. എന്നിട്ട് എല്ലാവരും ഇന്ന് വിഷുവിന്റെ ദിവസം ഇവിടെ വന്ന് പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു. അതിനും എല്ലാവർക്കും നമസ്കാരം, നന്ദി. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഫാമിലിക്ക് വിഷുപണി കൈനീട്ടം കൊടുത്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ പോക്കറ്റിൽ ഇത് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ടിന്റെ വയലേഷൻ ഒന്നും ആവില്ല. ബിക്കോസ് ശോഭന ഇവിടുത്തെ വോട്ടർ അല്ല. എന്റെ ഇന്ന് വൈകുന്നേരം ഇന്ന് രാജീവേട്ടന്റെ നെയ്യാറ്റിങ്കര അസംബ്ലി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടനം നടക്കുകയാണ്. വൈകുന്നേരം 6 മണിക്ക് ശോഭന മാഡം രാജീവേട്ടനോടൊപ്പം സ്ഥാനാർത്ഥി പര്യടനത്തിൽ നെയ്യാറ്റിങ്കര പങ്കെടുക്കും. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും നെയ്യാറ്റിങ്കരയ്ക്ക് ക്ഷണിക്കുക. ഫസ്റ്റ് ഞാൻ മലയാളം മര്യാദയ്ക്ക് സംസാരിച്ചോട്ടെ. പ്രസംഗിക്കാനെല്ലാം. സോ ദെൻ എനിവേ ഐ എം ജസ്റ്റ് an actor with my own hopes and dreams. അത്രേ ഉള്ളൂ for now. അത് ഇന്ന് വേണ്ട. ഇത് രാജേട്ട മോളെ ഇന്ന് വിഷു ആശംസ നടത്താൻ വേണ്ടി അത് പത്രസമ്മേളനമാണ്. അല്ല, ഞാൻ പറയാം, ഞാൻ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ്. ഇന്നത്തെ ഈ മാധ്യമ സമ്മേളനം വിഷു ആശംസകൾ അർപ്പിക്കാനാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് നമുക്ക് നാളെ മറുപടി പറയാം. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നടി ശോഭനയ്ക്കൊപ്പം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഇന്ന് നെയ്യാറ്റിങ്കരയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ